മറുപടി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് പാകിസ്ഥാൻ ശാന്തമാകുമോ എന്നത് മാത്രമാണ് തർക്കവിഷയം. കഴിഞ്ഞ പ്രാവശ്യം 2019 ബാലാക്കോട്ട് ആക്രമണം നടത്തിയതിനു ശേഷം പ്രത്യാക്രമണം ഒന്നും തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് കാര്യമായി ഉണ്ടായില്ല. അങ്ങനെയെങ്കിൽ അതവിടെ ഡൈ ഡൗൺ ചെയ്യും. അല്ല എങ്കിൽ രണ്ടാമത്തെ വേവ് നമ്പർ 2 ഇന്ത്യക്ക് സെക്കൻഡ് സ്ട്രൈക്ക്, തേർഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഉണ്ട് എന്ന് ഓർക്കണം. അതുകൊണ്ട് ഇതൊരു ഫുൾ സ്കെയിൽ യുദ്ധമായി പരിണമിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. വെർട്ടിക്കൽ ഒരു എസ്കലേഷൻ ഇവിടെ നടന്നിരിക്കുന്നു. രണ്ടു ഭാഗത്തും അതിശക്തമായ സേനാ വിന്യാസം. അതാണ് വെർട്ടിക്കൽ എസ്കലേഷൻ. മൂർധന്യത്തിലായിരിക്കുന്ന സംഘർഷം, വെർട്ടിക്കൽ എസ്കലേഷൻ. പക്ഷേ ഹൊറിസോണ്ടൽ എസ്കലേഷൻ ഇതുവരെ സംഭവിച്ചിട്ടില്ല. കൂടുതൽ രാജ്യങ്ങൾ പാകിസ്ഥാന്റെയോ ഇന്ത്യയുടെയോ പക്ഷം പിടിച്ച് രംഗത്ത് വരുന്നതിനെയാണ് ഹൊറിസോണ്ടൽ എസ്കലേഷൻ എന്ന് പറയുന്നത്. അത് ഇതുവരെ സംഭവിച്ചില്ല. അത് സംഭവിക്കാത്തിടത്തോളം കാലം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മണ്ണിലേക്ക് ആ ഒരു സംഘർഷം ഒതുക്കുകയും ഒരു വൺ ടൈം അറ്റാക്കായി ഇതിനെ കരുതുകയാണെങ്കിൽ പരിപൂർണമായ സമാധാനത്തിലേക്കും കാര്യങ്ങൾ വരും. ഇനി ഇന്ത്യക്കെതിരെ ഒരു സാഹസത്തിന് പാകിസ്ഥാൻ മുതിരണമെങ്കിൽ 10 വട്ടം ആലോചിക്കേണ്ടി വരും. പക്ഷെ ഈ ആക്രമണത്തിന്, ഇന്ത്യ ഇപ്പോൾ നൽകിയ ഈ ആക്രമണത്തിന് പാകിസ്ഥാന് തിരിച്ചടി നൽകാതിരിക്കാനുമാവില്ല. കാരണം പൊതുജന സമ്മർദ്ദം അത്രയധികമാണ്. പാകിസ്ഥാന്റെ ആർമിക്ക് മുഖം നഷ്ടപ്പെടാതെ ഇരിക്കണമെങ്കിൽ ഇന്ത്യക്കെതിരെ നിരന്തരമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കണം. അല്ല എങ്കിൽ അവർക്ക് മുഖം നഷ്ടപ്പെടും. അത് മാത്രമല്ല, ഒരു യുദ്ധത്തിലൂടെ മാത്രമേ പാകിസ്ഥാൻ ജനറൽ അസിം മുനീറിന് പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആകാനുള്ള മോഹം പൂവണിയൂ. അതിലേക്ക് അസിം മുനീർ പാകിസ്ഥാന്റെ സേനകളെ കൊണ്ടെത്തിക്കുമോ, അതോ അടിക്ക് തിരിച്ചടി കിട്ടിക്കഴിഞ്ഞു സമാധാനമായി, അതുകൊണ്ട് ഞങ്ങൾ ഇനി ഒന്നിനും പോകുന്നില്ല എന്നാണ് പാകിസ്ഥാൻ വിചാരിക്കുന്നതെങ്കിൽ ഇനി യുദ്ധരംഗത്തൊന്നും കാര്യമായ വാർത്തകൾ വരില്ല. ഇപ്പോൾ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞത് പ്രതീക്ഷിച്ചിരുന്ന കാര്യവുമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ മോക്ക് ഡ്രിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയത്. മോക്ക് ഡ്രിൽ നടക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു ആക്രമണം ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ അവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത് മോക്ക് ഡ്രില്ല് പ്രഖ്യാപിച്ച ദിവസം, അത് തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മിഡ്നൈറ്റിൽ ആക്രമണം നടന്നു എന്ന് പറയുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു ഒരു തയ്യാറെടുപ്പും അല്ലെങ്കിൽ സർപ്രൈസ് എലമെന്റും ഒരു മിന്നൽ ആക്രമണം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ആക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചില ഫോഴ്സുകളുണ്ട്. ആ ഫോഴ്സുകളെ തുച്ഛീകരിച്ച് കാണുകയും പൂർണ്ണമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾക്ക് കാടക വിരുദ്ധമായ രീതിയിൽ പാകിസ്ഥാന്റെ മാധ്യമങ്ങളും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഫാബ്രിക്കേറ്റഡ്, നട്ടാൽ കുരുക്കാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കുകയാണ്. അതുപോലെയുള്ള കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കുകയാണ്. അതനുസരിച്ച് 15ലധികം സൈനിക ക്യാമ്പുകളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തി. നമ്മുടെ റഫാൽ വിമാനങ്ങൾ 2-3 തവിട് പൊടിയായി എന്ന് വേണ്ട ചില സ്ഥലങ്ങളുടെ പേരുൾപ്പെടെ പറഞ്ഞ് അവിടെ എല്ലാം ആക്രമണം നടന്നു എന്ന രീതിയിൽ വ്യാജ പ്രചരണം. യുദ്ധം നടക്കുമ്പോൾ നമുക്കറിയാം ആദ്യ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ട്രൂത്ത് ആണ്. ട്രൂത്ത് ഈസ് ദ കാഷ്വാലിറ്റി, ദ ഫസ്റ്റ് കാഷ്വാലിറ്റി ഇൻ എനി വാർ. അത് ഈ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നു. എന്നാൽ അതിർത്തിയിൽ നിന്നും കനത്ത ഷെല്ലാക്രമണം നടക്കുന്നു എന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 7-8 സെക്ടറുകളിൽ, ഉറി, പൂഞ്ച് സെഗ്മെന്റിലൊക്കെ തന്നെ ഈ അതിർത്തിയിൽ നിന്നും ഷെല്ലാക്രമണവും പീരങ്കി ആക്രമണവും. ഇപ്പോൾ ടാങ്കുകൾ ഉപയോഗിക്കുന്നു, പാകിസ്ഥാൻ സൈന്യം ടാങ്കുകൾ ഉപയോഗിക്കുന്നു എന്ന വിവരം വരുന്നു. ഒരു ടാങ്ക് യുദ്ധത്തിലേക്ക് പോയാൽ ഇന്ത്യക്ക് വ്യക്തമായ മേൽക്കൈയുണ്ട്. ഇന്ത്യയുടെ ടാങ്ക് സംവിധാനം, കരസേനയുടെ കൈവശമുള്ള അത്യന്താധുനികമായ ടാങ്കുകളും ഇന്ത്യ വികസിപ്പിച്ചെടുത്ത അർജുൻ ടാങ്ക് ഉൾപ്പെടെയുള്ള ടാങ്കുകളും ഓൾ ടെറൈൻ ടാങ്കുകളാണ്. അത് കാശ്മീരിന്റെ മണ്ണിൽ തലങ്ങും വിലങ്ങും പായാനുള്ള സാധ്യതയുണ്ട്. പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കേണ്ട ഒരു ഘട്ടം വന്നാൽ, ഇപ്പോൾ ആക്രമണം മാത്രമാണ് നടന്നത്. പാകിസ്ഥാന്റെ ലാൻഡ് സ്പേസോ എയർ സ്പേസോ അത് ലംഘിച്ചിട്ടില്ല. ആകാശത്തു നിന്ന് വന്ന ടാർഗറ്റുകൾ തീവ്രവാദ ക്യാമ്പുകളെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാമ്പുകൾ ഇതൊക്കെയാണ്: ബഹാൽപൂർ ക്യാമ്പ്, മുറിഡ്കെ ക്യാമ്പ്, സിയാൽകോട്ട് ക്യാമ്പ്, ചക് അമ്രു ക്യാമ്പ്. ഇതെല്ലാം പഞ്ചാബിലെ ക്യാമ്പുകളാണ്. അതുപോലെ പാക് അധിനിവേശ കാശ്മീരിലെ മുസഫറാബാദ് ക്യാമ്പ്, കോട്ട്ലി ക്യാമ്പ്, ഗുൽപൂർ, ബിംബർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ പാകിസ്ഥാന്റെ ഭീകര സംഘടനകൾ, എല്ലാ ഭീകര സംഘടനകളുടെയും ക്യാമ്പുകളെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചു. അപ്പൊ ഇന്ത്യ ലോകത്തോടായി പറയുന്ന കാര്യം, ഞങ്ങൾക്ക് പാകിസ്ഥാനുമായി ശത്രുതയില്ല, പാകിസ്ഥാൻ ഗവൺമെന്റുമായിട്ടോ ജനങ്ങളുമായിട്ടല്ല ശത്രുത, മറിച്ച് ഞങ്ങൾക്കെതിരെയുള്ള ഭീകരത അത് നിങ്ങൾ അവസാനിപ്പിക്കണം. അല്ല എങ്കിൽ ചുൻ കർമാരേഖ എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തെരഞ്ഞു പിടിച്ച്
ആക്രമിക്കുന്ന കാഴ്ച. അതുകൊണ്ടാണ് 9 ഇടത്തേക്ക് ആക്രമണം. റഫാൽ വിമാനങ്ങൾ ഉപയോഗിച്ചു. ഫ്രാൻസിന്റെ വിമാനങ്ങളാണ്. ഫ്രാൻസ് വിജയകരമായി പരീക്ഷിച്ച വിമാനമാണ്. പ്രത്യേകിച്ച് ISIS-നെതിരെ നടന്ന ആക്രമണം, ഇറാഖിലും സിറിയയിലുമുള്ള IS ഭീകരതയ്ക്കെതിരെ ഒരു ദശകത്തിന് മുൻപ് നടന്ന ആക്രമണത്തിൽ വിജയകരമായി ഉപയോഗിച്ച ആയുധങ്ങളും വിമാനവുമാണ് ഫ്രാൻസിൽ നിന്നും വാങ്ങിയ ഇന്ത്യയും ഉപയോഗിച്ചത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കോഡ് നെയിം 88 കോഡഡ് കൺട്രോൾ റൂം, അത് പാകിസ്ഥാന്റെ കൺട്രോൾ റൂമാണ്. അപ്പോൾ ആ കൺട്രോൾ റൂം ഉൾപ്പെടെ ഡിസ്ട്രോയ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആദ്യ ഒബ്ജക്റ്റീവ് ഇന്ത്യ നേടിയിരിക്കുന്നു.